അല്ല, അവിടെയാണ് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം. 10-20 വർഷമായി, നേരത്തെ പ്രമോദ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു, 10-20 വർഷമായി താൽക്കാലിക ജീവനക്കാരനാണ്. അങ്ങനെ 20 വർഷമായി താൽക്കാലിക ജീവനക്കാരനായി ആശുപത്രിയിൽ ഇരിക്കണമെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ സ്വാധീനമൊക്കെ കാണും. അവിടെ സൂപ്രണ്ടിനൊന്നും തൊടാൻ പോലും പറ്റില്ല ഇയാളെ. രഞ്ജിത്തെ, അതല്ല രഞ്ജിത്തെ, ഇത് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മറ്റൊരു താൽക്കാലിക അനിൽകുമാറിനെ ഈ അടുത്ത് അദ്ദേഹം കോൺഗ്രസ് യൂണിയനിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തെ ഈ അടുത്ത് ഈ ലിഫ്റ്റിന്റെ ഒരു ഇഷ്യൂ മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സൂപ്രണ്ടിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളതിന്റെ കാരണത്താൽ അദ്ദേഹത്തിന് കോൺഗ്രസ് യൂണിയനിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യൂണിയൻ ഒന്നല്ല, ഇതൊരു കോക്കസ് ആണ്, ഇതൊരു കൂട്ട് കമ്പനിയാണ്. ഇതൊരു സ്വന്തം സ്ഥാപനം പോലെ, പൊതുജനങ്ങൾക്ക് വേണ്ട ഒരു സ്ഥാപനം, സ്വന്തം സ്ഥാപനം പോലെ സ്വന്തം ആളുകളെ വച്ചുകൊണ്ട് ഇത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു സൂപ്രണ്ടിലോ അല്ലെങ്കിൽ ഈ അനിൽകുമാറിലോ നിൽക്കില്ല. ഇതിന്റെ പിന്നിൽ ആളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് സംവിധാനം കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല, ഇവിടെ നടപടി എടുക്കുന്നില്ല. ഇവിടുത്തെ വകുപ്പ് മന്ത്രി നേരിട്ട് ഇവിടെ ഒന്ന് അന്വേഷിച്ചാൽ പോലും ഇത് തെളിവെടുക്കാൻ പറ്റില്ല. ഇത് കാരണം ഇവരൊരു ടീമായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഇതൊരു അനിൽകുമാർ നേരത്തെ പറഞ്ഞ രീതിയിൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തായാലും ജനം ഇത് സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പൊ ഈ ഇങ്ങനെ നടന്ന ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതിപ്പോ ഈ രഹന എന്ന് പറയുന്ന മുനിസിപ്പൽ സ്റ്റാഫ് അവിടെ വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മീഡിയേറ്ററില്ല, അവിടെ ഈ മീഡിയേറ്റർ വന്നത് കുറച്ച് നാളുകളായിട്ടുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വന്നിട്ട്, അതിനു മുമ്പ് ഇവരയക്കുന്ന നേരിട്ട് നഗരസഭ ഓഫീസിലേക്ക് മെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു വ്യക്തി വന്നുകൊണ്ട് മാത്രമാണ് ഇത് പിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതും സംഭവിക്കില്ല. കാരണം ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഡോക്ടർ വെരിഫൈ ചെയ്ത് ഡോക്ടർ അറ്റസ്റ്റ് ചെയ്ത സാധനമാണ് നമുക്ക് നഗരസഭയിലേക്ക് അയക്കുന്നത്. അപ്പൊ അത്രയും ക്രമക്കേടുകളോട് നടക്കുന്നുണ്ട്. അത് അത്ര ഉറപ്പായതുകൊണ്ടാണ് അനിൽകുമാർ അത് ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്നത്. നമുക്കറിയണ്ടേ ഈ അനൂപും അനിൽകുമാറും തമ്മിൽ എന്താണ് ബന്ധം? അനൂപ് കുമാർ എന്ന് പറയുന്നത് കുട്ടിയുടെ അച്ഛൻ. ആരാണ് അനിൽകുമാറിനെ പരിചയപ്പെടുത്തിയത്? അനിൽകുമാർ പറയുന്നത് സൂപ്രണ്ടാന്നാണ് പറയണേ. നമ്മൾ ആരെ വിശ്വാസം എടുക്കും? സൂപ്രണ്ട് പറയുന്നു ഇയാള് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്, ക്രമക്കേടുള്ള ആളാണ്. എന്തുകൊണ്ട് സൂപ്രണ്ട് ഓഫീസിൽ തന്നെ ഇയാളെ പോസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് ഇയാളെ പോസ്റ്റ് ചെയ്തേക്കണു? വേറെ എന്തൊക്കെ പോസ്റ്റുകളുണ്ട്? അപ്പൊ ഈ സൂപ്രണ്ടിന്റെ ഓഫീസിൽ തന്നെ ഒരു പ്രധാന ഉത്തരവാദിത്തത്തിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ പറഞ്ഞ് കൈയൊഴിഞ്ഞു പോയി എങ്ങനെയെങ്കിലും 2 ദിവസം ഒരു സമരമൊക്കെ ഉണ്ടായി 2 ദിവസം കൊണ്ട് തീരുമെന്ന് കേട്ടാൽ തീരില്ല. ഇത്